നിന്നെ പട്ടിണി കിടത്തില്ല. എല്ലാ കാമുകന്മാരെയും പോലെയായിരുന്നു അന്നത് ഞാൻ പറഞ്ഞത്. എന്നാൽ അവൾ എത്തിയതോടെ എൻ്റെ ജീവിതം മാറി മറിയുകയായിരുന്നു. വിരലുകൾ കൊണ്ട് വയലിനിൽ വിസ്മയം തീർത്ത സംഗീത മാന്ത്രികൻ ബാലഭാസ്കർ തൻ്റെ ജീവിത പങ്കാളി ലക്ഷ്മിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. അദ്ദേഹത്തിൻ്റെ മാസ്മര സംഗീതം പോലെ മലയാളികൾക്ക് മുഴുവനും സുപരിചിതമാണ് ആ പ്രണയ കഥയും. യൂണിവേഴ്സിറ്റി കോളേജിലാണ് ബാലഭാസ്കർ തൻ്റെ കലാലയ ജീവിതം ആഘോഷിച്ചത്. ഈ സമയത്തായിരുന്നു സഹപാഠിയായ ലക്ഷ്മിയുമായുള്ള പ്രണയവും വിവാഹവും. അവളുടെ വീട്ടുകാർ ബന്ധത്തെ ശക്തമായ രീതിയിൽ എതിർത്തതോടെയാണ് ജോലി പോലുമില്ലാതെ ഞാൻ വിവാഹം എന്ന തീരുമാനത്തിൽ എത്തേണ്ടി വന്നത്. ക്രിസ്മസ് അവധിക്ക് അവളുടെ കല്യാണം നിശ്ചയിക്കാൻ പോകുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ എൻ്റെ മുന്നിൽ ഇല്ലായിരുന്നു. അവളോടൊന്നും പറയാതെ ഞാനും എന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്ന വിജയമോഹൻ സാറുമായി ലക്ഷ്മിയുടെ വീട്ടിൽ പോയി. പെണ്ണ് ചോദിക്കാനായിരുന്നു പോക്ക്. ബാലഭാസ്കർ എന്ന് പറയുന്ന ഏതോ ഒരു സിനിമാക്കാരൻ അവളുടെ പുറകെ നടപ്പുണ്ടെന്ന് അവർ കേട്ടിരുന്നു. താടിയൊക്കെ വളർത്തിയ വലിയ ഒരാൾ എന്നായിരിക്കും അവർ പ്രതീക്ഷിച്ചിരുന്നത്. അന്ന് ഇതിനേക്കാളും വൃത്തികെട്ട കോലമായിരുന്നു എൻ്റേത്. വിജയമോഹൻ സാറ് കൂടി വരാമെന്നേറ്റതോടെ ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വീട്ടിൽ ലക്ഷ്മിയുടെ അച്ഛനുണ്ടായിരുന്നു. സാറ് കാര്യങ്ങൾ സംസാരിച്ചു. കുറച്ചുനാൾ കാത്തിരിക്കാം, ജോലിയൊക്കെ ആയിട്ട് പതുക്കെ മതിയെന്ന് സാറു പറഞ്ഞു. വേറെ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്, ഇതെങ്ങനെ നടത്തിക്കൊടുക്കാൻ പറ്റുമെന്നൊക്കെയായിരുന്നു അവരുടെ പ്രതികരണം. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇയാളുടെ പേരെന്താന്ന്. ഇത് തന്നെ ഒരു അവസരം ആക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. എനിക്ക് ബാലഭാസ്കർ എന്ന് പറയാൻ പെട്ടെന്നൊരു പേടി. ഞാൻ പറഞ്ഞു, കൃഷ്ണകുമാർ എന്നാണ് പേര്, മലയാളത്തിലാണ് പഠിക്കുന്നതെന്നും പറഞ്ഞു. ഞങ്ങൾ പഠിക്കുന്ന അതേ കോളേജിലാണ് അവളുടെ അനുജനും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ എന്നെ അറിയാം. അവൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രശ്നമാകുമോ എന്നായിരുന്നു പേടി. കാര്യം നടക്കില്ലെന്ന് ഏകദേശം മനസ്സിലായപ്പോൾ സാറിനോട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. പക്ഷെ സാറ് വീണ്ടും എനിക്ക് വേണ്ടി അവരെ നിർബന്ധിക്കുകയായിരുന്നു. അവസാനം എങ്ങനെയോ വീടിന് പുറത്തിറങ്ങി കോളേജിലെത്തി ലക്ഷ്മിയോട് കാര്യങ്ങൾ പറഞ്ഞു. നിനക്കിന്ന് വീട്ടിൽ പോകുകയാണെങ്കിൽ പോകാം, പക്ഷെ ഇനി നിനക്ക് തിരിച്ച് കോളേജിൽ വരാൻ സാധിക്കില്ല. അതുകൊണ്ട് നിനക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ നിനക്ക് വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരാം. എൻ്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കാം, ബാലു പറഞ്ഞു. തുടക്കത്തിൽ വിവാഹത്തിന് ലക്ഷ്മി തയ്യാറായിരുന്നില്ല. കാരണം എനിക്കും അവൾക്കും ജോലിയില്ല, ഡ്രസ്സില്ല, കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റിയ നല്ല ഫ്രണ്ടായിരുന്നു ലക്ഷ്മി. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിന്നെ പട്ടിണിക്കിടില്ല. വയലിൻ ട്യൂഷൻ എടുത്തായാലും നമുക്ക് ജീവിക്കാം. ആ ഉറപ്പായിരുന്നു അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഇടയായ സാഹചര്യമെന്ന് ബാലഭാസ്കർ പറയുന്നത്. താൻ ഏറെ സ്നേഹിക്കുന്ന സംഗീതത്തെ പോലെയാണ് ബാലു ലക്ഷ്മിയെയും സ്നേഹിച്ചത്. ആ പ്രതിഭ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും വേദികൾ കീഴടക്കിയ സംഗീതവും ചിരിച്ച മുഖവും എന്നും ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും.